ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എഗ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഈ വീഡിയോ എല്ലാവരും കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം നമുക്കൊരു പാൻ എടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. പിന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 10 ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ച് ചേർക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ 4 മുട്ടയും പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കാം. പിന്നെ ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഇനി നന്നായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഈ മുട്ടയെ നല്ല പോലെ ഒന്ന് ചിക്കിയെടുക്കാം. ഇപ്പം ഞാൻ മുട്ടയെ ഇതുപോലെ നല്ല പോലെ ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ തണുക്കാനായിട്ട് മാറ്റാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന 2 ഉരുളൻകിഴങ്ങ് തൊലി കളഞ്ഞ് ഇതിലേക്ക് ചേർക്കാം. ഈ ഉരുളൻകിഴങ്ങ് ഞാൻ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ ഒരല്പം ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് നമുക്ക് ഈ ഉരുളൻകിഴങ്ങിനെ നല്ല പോലെ കൈവച്ച് ഉടച്ചിട്ട് ഈ മുട്ട ചിക്കിയതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട്ലേറ്റ് ആക്കിയെടുക്കാം. ഇപ്പം ഞാൻ ഈ ഷേപ്പിലാണ് കട്ട്ലേറ്റ് ഒന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് വേറൊരു ഷേപ്പിലും കൂടെ കട്ട്ലേറ്റ് തയ്യാറാക്കാം. അതും ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ നിങ്ങൾക്ക് ഈ ഷേപ്പിലും കട്ട്ലേറ്റ് തയ്യാറാക്കിയെടുക്കാം. ഇങ്ങനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. ഈ മാവിനെ മുഴുവനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിപ്പോൾ 2 ഷേപ്പിലാണ് കട്ട്ലേറ്റ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ തയ്യാറാക്കിയതിനെ മുഴുവനും ഇതുപോലെ 2 ഷേപ്പിലാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 മുട്ടയാണ്. പിന്നെ ഇതിലേക്ക് ബ്രെഡ് ക്രംസും വേണം. ഇതിപ്പോൾ ഞാൻ 4 സ്ലൈസ് ബ്രെഡിനെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണിത്. ഇനി നമുക്ക് ഈ മുട്ടയെ നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ മുട്ടയെയും നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ നന്നായിട്ട് എണ്ണ ചൂടാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയ ഓരോന്നിനെയും എടുത്തിട്ട് ആദ്യം മുട്ടയിലൊന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഈ ബ്രെഡ് ക്രംസിൽ നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിനെ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഫ്രൈ ചെയ്യാം. ഒരിക്കലും തീ ഹൈ ഫ്ലെയിമിൽ ഇടരുത്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. 2 സൈഡും ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതിനെയും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാത്തിനെയും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയായ എഗ് കട്ട്ലേറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.